നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രീത പ്രഭാകർ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കാം. നമുക്കെല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ? ആഗ്രഹങ്ങളില്ലാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താ വെച്ചാൽ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇപ്പം നിലവിലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധി മാറിയതിന് ശേഷം പിന്നെ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാവുമ്പോൾ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുകയാണ് പതിവ്. അങ്ങനെ ഇരുന്ന് കാലങ്ങൾ പോകുന്ന നമ്മൾ ഓർക്കാറില്ല അല്ലെങ്കിൽ അറിയാറില്ല. പിന്നെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രീ ആവുമ്പോൾ ഒന്ന് പുറകിലോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നിരാശയായിരിക്കും. കാര്യം എനിക്ക് അന്ന് അത് ചെയ്യാമായിരുന്നു, അന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിക്ക് എനിക്ക് ചെയ്യാമായിരുന്നു എന്നൊക്കെയുള്ള പലപ്പോഴും പല കുറ്റബോധങ്ങളാണ് നമ്മുടെ മനസ്സിൽ പ്രായം കഴിയുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അതിലേക്ക് ആ പ്രായം കഴിയാൻ വരെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ, എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും ചെറിയ രീതിയിൽ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ റിയലിസ്റ്റിക് ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം. നമ്മൾ പ്രാക്ടിക്കൽ അല്ലാത്തതും റിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്താ പറയുക, ഒട്ടും നടക്കാത്തൊരാഗ്രഹം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ ചിലപ്പോൾ ഒരുപാട് എഫേർട്ട് വേണ്ടി വരും, ഒരുപാട് കാലങ്ങൾ വേണ്ടി വരും. അപ്പോൾ ആഗ്രഹങ്ങൾ പ്രാക്ടിക്കലും റിയലിസ്റ്റിക്കും ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേഗം അത് നടത്തിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം വലിയ ആഗ്രഹങ്ങൾ വേണ്ട എന്നല്ല. എന്താഗ്രഹമാണെങ്കിലും നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും അത് നടക്കും. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ ചെറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മുടെ ആഗ്രഹങ്ങൾ 1, 2, 3, 4 എന്ന് നമ്മളൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഏതാണ് നമുക്കിപ്പോൾ വേണ്ടുന്നത്, ഏതാണ് നമുക്ക് പിന്നെ ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് ഈ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിനെ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ സാഹചര്യം അനുകൂലമാവുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴും ടൈം ബൗണ്ട് ആയിരിക്കണം. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഞാനത് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ എനിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളൊരു വിൽ പവർ നമുക്കുണ്ടാവണം. അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അനന്തമായിട്ടിങ്ങനെ പോവും, അത് നടക്കത്തുമില്ല. ശരിയായ രീതിയിൽ നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള റിസൾട്ടോ അല്ലെങ്കിൽ ഒരു സക്സസ്സോ അതിനകത്ത് കിട്ടണം എന്നില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ഒരു എയിം അല്ലെങ്കിൽ ഒരു ഗോൾ, അതും അല്ലെങ്കിൽ നമ്മുടെ ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങൾ, അതിന് നമ്മളൊരു ടൈം ബൗണ്ടായിട്ട് വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അത് പെട്ടെന്ന് നടക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് ആദ്യം വേണമെന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. എന്നിട്ട് എന്താണ് വേണ്ടുന്നത്, ടൈം ബൗണ്ടായിട്ട് അത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ എഴുതി വെച്ച് നമ്മുടെ എയിം ഉണ്ടാവുമല്ലോ, അതിൽ ഓരോന്നിനും നമ്മൾ ഡെയിലി ബേസിൽ കുറച്ച് സമയം അതിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഡെയിലി ചെറിയ രീതിയിൽ അതിനെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അതിന് ബഡ്ജറ്റ് വല്ലതും വേണ്ടുന്നതാണെങ്കിൽ ആ ബഡ്ജറ്റിനെ പറ്റി അന്വേഷിക്കുക, അതിന് വേണ്ടുന്ന മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ അതിന് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടുന്ന വർക്ക് നമ്മൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക. അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് നേടിയെടുക്കാൻ പറ്റത്തില്ല. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നു, നമുക്ക് എവിടെ പോകണമെന്ന് അറിയില്ല. അങ്ങനെ എവിടെ പോകണമെന്ന് അറിയാതെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? നമുക്കവിടെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും. നമ്മളൊന്നും അറിയാതെ ഇങ്ങനെ പൊട്ടിയ പട്ടം പോലെ നമ്മളിങ്ങനെ നടക്കും, ഇല്ലേ? നമുക്കൊരു ദിശയില്ലല്ലോ, അല്ലെങ്കിൽ എവിടെ എത്തിച്ചേരണം എന്ന് നമുക്കറിയില്ല. അപ്പോൾ അവിടെ ടൈമിനെ സേവ് ചെയ്യാനാണെങ്കിലും നമ്മുടെ എനർജീനെ സേവ് ചെയ്യാനാണെങ്കിലും നമുക്ക് സക്സസ് ഉണ്ടാവണമെങ്കിലും നമുക്കെപ്പോഴും ഒരു എയിം അല്ലെങ്കിൽ ലക്ഷ്യം ആവശ്യമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ, ചെറുതിലേ തന്നെ ഈ ഗോൾ സെറ്റിങ്ങിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരെ അത് പരിശീലിപ്പിക്കുക. അല്ലാത്ത പക്ഷം അവരിങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്നു, അതിനനുസരിച്ച് വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാതെ അങ്ങനെ പോകുന്നു. ആ ഒരു ലെവലിലോട്ട് പോകും. എങ്ങനെയെങ്കിലും ഹോംവർക്ക് എഴുതുക, വീട്ടിൽ വരിക, പരീക്ഷ എഴുതി ജയിക്കുക എന്നുള്ള ലെവലിലായി പോകും. അങ്ങനെയല്ല ശരിക്കും വേണ്ടുന്നത്.
കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഓരോരോ ചെറിയ ഗോൾസ് അവരെ സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, ടൈം ബൗണ്ടായിട്ട് അത് ചെയ്യാനും പഠിപ്പിക്കുക. അതുവഴി അവർക്ക് കുറേയൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ കഴിവതും നമ്മുടെ ആഗ്രഹങ്ങൾക്കാണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത എയിംസിനാണെങ്കിലും പിന്നത്തേക്കെന്ന് മാറ്റി വെക്കാണ്ടിരിക്കുക. കഴിവതും ഇപ്പം നമുക്ക് ചിലപ്പോൾ അത് പ്രതികൂല സാഹചര്യം ആയിരിക്കാം, നമുക്കത് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷേ ഇപ്പോഴേ ചെറിയ രീതിയിൽ അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്കത് സക്സസ് ആക്കി മാറ്റാൻ സാധിക്കും.